സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. കരഞ്ഞു പ്രാർത്ഥിച്ചാൽ കനിവോടോടി വരും, ഉണർന്നു പ്രാർത്ഥിച്ചാൽ ഉണർവെനിക്കേകിടും. കരഞ്ഞു പ്രാർത്ഥിച്ചാൽ കനിവോടോടി വരും, ഉണർന്നു പ്രാർത്ഥിച്ചാൽ ഉണർവെനിക്കേകിടും. അവനല്ലോ നല്ല ദൈവം, അവനെന്നും എൻ്റെ ദൈവം. അവനല്ലോ നല്ല ദൈവം, അവനെന്നും എൻ്റെ ദൈവം. കരഞ്ഞു പ്രാർത്ഥിച്ചാൽ കനിവോടോടി വരും, ഉണർന്നു പ്രാർത്ഥിച്ചാൽ ഉണർവെനിക്കേകിടും. സത്യസത്യമായ എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭാവിയെക്കുറിച്ചറിയാൻ ആഗ്രഹമില്ലാത്ത മനുഷ്യരില്ല. എന്നാൽ ഭാവിയെ അറിയുവാൻ മാർഗങ്ങൾ കുറവാണ്, മാർഗങ്ങളില്ല എന്നുള്ളതാണ് അനേകരുടെയും പ്രശ്നം. ഭാവിയെക്കുറിച്ച് പറഞ്ഞു തരുവാൻ ദൈവത്തിന് താല്പര്യമുണ്ടെങ്കിൽ അത് കേൾക്കുവാൻ തയ്യാറാണോ? അതെ, താങ്കളുടെ ഭാവിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും പറഞ്ഞു തരുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ താൻ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അങ്ങനെ ധാരാളം വിഷയം ഭാവിയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. സ്വർഗം എന്നത് ഒരു യാഥാർത്ഥ്യമാണോ? നരകമെന്നതുണ്ടോ? മനുഷ്യന് മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ടോ? ഇതൊക്കെ മനുഷ്യൻ്റെ ചോദ്യങ്ങളല്ലേ? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് താങ്കൾക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുമോ? ഈ ലോകത്ത് ആർക്കും ധൈര്യമില്ല. കർത്താവായ യേശുക്രിസ്തു ഒരു നുണ പറഞ്ഞു, യാഥാർത്ഥ്യമല്ലാത്തത് പറഞ്ഞു എന്നുള്ളത് പറയുവാൻ ധൈര്യമുള്ള ആരെയും കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല. കർത്താവായ യേശുക്രിസ്തു ഭാവി ജീവിതത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ച്, മനുഷ്യൻ്റെ മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് ധാരാളം വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കർത്താവ് വളരെ വിശദമായ ഒരു കഥ പറയുകയുണ്ടായി, ലാസറിൻ്റെയും ധനവാന്റെയും കഥ. അതേക്കുറിച്ച് ആളുകൾ പറയാറുള്ളത് അത് ഒരു ഉപമയല്ല. കർത്താവ് ധാരാളം ഉപമകൾ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇതൊരിക്കലും ഒരു ഉപമയല്ല എന്നുള്ളത് നമുക്കറിയാം. ലാസറിൻ്റെ പേരും അബ്രഹാമിൻ്റെ പേരും അങ്ങനെ യാഥാർത്ഥ്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതൊരു ഉപമയുടെ രീതിയല്ല എന്നുള്ളത് ആർക്കും മനസ്സിലാകും. ചിലർ അതേക്കുറിച്ച് പറയുന്നത് ചരിത്രത്തിൽ നടന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെ വിവരണമാണ് കർത്താവ് പറഞ്ഞത് എന്നുള്ളതാണ്. ഏതൊക്കെ ആയാലും അതൊരു വിവരണമാണെങ്കിലും അതൊരു കഥയാണെങ്കിലും യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായൊരു കഥ, ഒരു ഇമാജിനേഷനിൽ നിന്ന് ഒരു കാര്യം കർത്താവ് പഠിപ്പിക്കില്ലല്ലോ. കർത്താവ് സ്വർഗത്തെക്കുറിച്ച് ആ കഥയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യങ്ങളാണ്. നരകത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യങ്ങളാണ്. അബ്രഹാം എന്നൊരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാണ്. അബ്രഹാം എന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതും അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഈ കഥയുടെ അടിസ്ഥാനത്തിൽ
മരണത്തിനപ്പുറത്ത് എന്ത് എന്നുള്ള ചോദ്യത്തിന് കുറേ ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അവയിൽ ചിലത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ധനവാനായൊരു മനുഷ്യൻ വിശിഷ്ട വസ്ത്രം ധരിച്ച് ദിവസേന നല്ല ഭക്ഷണം കഴിച്ച് സുഖമായി ജീവിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പടിപ്പുരയ്ക്കൽ ലാസർ എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അദ്ദേഹം ഒരിക്കൽ മരിക്കുകയുണ്ടായി. ലാസറും മരിച്ചു, ധനവാനായ മനുഷ്യനും മരിച്ചു. ധനവാൻ പാതാളത്തിലേക്ക് പോകേണ്ടതായി വന്നു. ലാസർ അബ്രഹാമിൻ്റെ മടി അഥവാ പർദീസയിലേക്ക് പോകുവാൻ ഇടയായിത്തീർന്നു. ഒരുവൻ നരകത്തിലും ഒരുവൻ പർദീസയിലുമായിരിക്കുമ്പോൾ അന്യോന്യം കാണുവാനിടയായിത്തീർന്നു. അവിടെ ചില അപേക്ഷകൾ നടക്കുന്നു. എന്നാൽ ആ അപേക്ഷകൾക്കൊന്നും ഫലമുണ്ടായില്ല. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ നാം ആ കഥയിൽ വായിക്കുന്നുണ്ട്. കഥ മുഴുവനും വായിക്കുവാൻ സമയമില്ലായക ഞാൻ വായിക്കുന്നില്ല. എങ്കിലും എൻ്റെ കേൾവിക്കാരായ നിങ്ങൾക്ക് ഈ ലാസറിൻ്റെയും ധനവാന്റെയും കഥ വളരെ പരിചയമുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല എങ്കിൽ ബൈബിളിലെ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് ഈ കഥ ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. മരണത്തിനപ്പുറത്ത് എന്ത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി അനേക ഉത്തരങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തുവാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഒന്നാമത്, ഇവിടെ ധനികനായി വളരെ സ്വാധീനത്തോടെ ജീവിച്ച് മരിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇന്ന് എവിടെയാണുള്ളത്? അദ്ദേഹം സുഖപ്രദമായ ഒരു സ്ഥലത്തല്ല, സന്തോഷമുള്ളൊരു സ്ഥലത്തല്ല. അദ്ദേഹം ഇന്ന് പാതാളത്തിലാണ്, ജ്വാലയിലാണ്, വേദനയിലാണ്, അതിന് മധ്യത്തിലാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, മരണത്തിനപ്പുറത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ധനവാൻ പറയുന്നത് ഒരു പാതാളമുണ്ട് എന്നുള്ളതാണ്, ഒരു ശിക്ഷാസ്ഥലമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ അദ്ദേഹത്തിന് ആഡംബരവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ആ സ്ഥലത്തെ സ്വാധീനിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെയുള്ള ധനവും ഇവിടെയുള്ള പ്രതാപവും മരണത്തിനപ്പുറത്ത് സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നതല്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പ്രതാപമോ നമ്മുടെ സ്ഥാനമോ നമ്മുടെ പരിചയങ്ങളോ നമ്മുടെ ബന്ധുക്കൾക്കോ നമ്മുടെ കഴിവുകൾക്കോ മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെ സ്വാധീനിക്കുവാൻ കഴിവില്ല. കഴിവുണ്ടായിരുന്നെങ്കിൽ ആ സ്വാധീനം കൊണ്ടും പണം കൊണ്ടും അദ്ദേഹത്തിന് പറുദീസയിലെത്താമായിരുന്നു. എന്നാൽ അദ്ദേഹം എത്തിയില്ലല്ലോ. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഭൗമിക ധനം എന്നുള്ളത് നമ്മളെ ഈ ലോകത്തിന് മാത്രം സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പണത്തെക്കുറിച്ചും പ്രതാപത്തെക്കുറിച്ചും ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മറ്റൊരു ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം എന്താണെന്നറിയാമോ? ധനവാനായി ജീവിച്ചിരുന്ന, പ്രതാപശാലിയായി ജീവിച്ചിരുന്ന ഈ മനുഷ്യന് ഈ മരണത്തിന് ശേഷം ഒരു വിലയും അവിടെ കാണുന്നില്ല. അവിടെ അദ്ദേഹത്തിന് ഈ ഭൂമിയിലുണ്ടായിരുന്ന നിലയിലുള്ള വിലയോ എന്തിന് അദ്ദേഹത്തിന് പേര് പോലും അവിടെ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. ധനവാൻ എന്നല്ലാതെ ദൈവത്തിൻ്റെ പരിപാടിയിൽ അദ്ദേഹത്തിനൊരു പേര് പോലും കൂട്ടിച്ചേർക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ ഭൂമിയിലെ പേരും പ്രശസ്തിയും ഇവിടെ മാത്രം ഒതുങ്ങുന്നതാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മരണത്തിനപ്പുറത്ത് എന്ത് എന്ന ചോദ്യത്തിന് മനുഷ്യർക്ക് അനേക സന്ദേഹങ്ങൾ അതേക്കുറിച്ചുണ്ട്. എന്നാൽ ഇവിടെ നോക്കിയേ, അബ്രഹാം, ലാസർ, ധനവാൻ, ഈ 3 വ്യക്തിത്വങ്ങളെക്കുറിച്ച് ഈ കഥയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മരണശേഷം മുൻപ് പരിചയമുണ്ടായിരുന്നവരെ കാണുവാനായിട്ട് സാധിക്കും, പരിചയമില്ലാത്ത ആളുകളെ പോലും പരിചയപ്പെടുവാനായിട്ട് സാധിക്കും എന്നുള്ളത് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മരണശേഷം തിരിച്ചറിവുകളൊന്നുമില്ല, ഏതോ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ വിശ്രമിക്കുന്നു എന്നൊരാശയം ബൈബിൾ പറയുന്നില്ല. ധനവാനും ലാസറും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അബ്രഹാം പിതാവിനെ അബ്രഹാമേ എന്ന് വിളിക്കുവാനും പരിചയപ്പെടുവാനും ഒക്കെ അവസരം അവിടെ ഉണ്ടായല്ലോ. അതുമാത്രമല്ല, മുമ്പുണ്ടായിരുന്ന പരിചയം, ആ പരിചയം മറന്നു പോകുന്നുമില്ല. തൻ്റെ പടിപ്പുരയ്ക്ക് കിടന്ന ലാസർ എന്ന മനുഷ്യനെ ധനവാൻ തിരിച്ചറിയുന്നുണ്ട്. ധനവാനാണെങ്കിൽ ലാസറിനെ തിരിച്ചറിയുന്നു, ലാസർ ധനവാനെയും മനസ്സിലാക്കുവാനായിട്ട് കഴിവുണ്ട്. അതുമാത്രമല്ല, ഇരുവർക്ക് അബ്രഹാം പിതാവിനെ മനസ്സിലാക്കുവാനുള്ള കഴിവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നമ്മുടെ വ്യക്തിത്വം അവസാനിച്ചു, ഈ ജീവിതത്തിൽ മാത്രമേ നമ്മുടെ ജീവിതം ഇങ്ങനെയുള്ളൂ, അതിനുശേഷം വേറെ ഏതോ ഒരു ജീവിതം എന്നല്ല. ഈ ജീവിതത്തിന് തുടർച്ചയാണ് വരുവാനുള്ള ജീവിതം. അത് നാം മനസ്സിലാക്കണം. തിരിച്ചറിവുകൾ അന്നുണ്ട്, പരിചയങ്ങൾ അന്നുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു,
വിവാഹം കഴിക്കലും കുടുംബജീവിതവും ഒന്നുമില്ല, നിങ്ങൾ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും എന്നുള്ള കാര്യം കർത്താവ് പറഞ്ഞു. എന്നാൽ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും, അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് വേദന, സന്തോഷം. ഇതൊക്കെ മനസ്സിലാക്കുവാനുള്ള സാഹചര്യം മരണത്തിനപ്പുറവുമുണ്ട്. ധനവാൻ എന്താണ് പറയുന്നത്? ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു എന്നാണ്. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അത് ജ്വാലയാണെന്ന് മനസ്സിലാക്കുവാനും ആ ജ്വാലയിലെ വേദന തിരിച്ചറിയുവാനും ആ വേദന തനിക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവുമെല്ലാം അവിടെ ധനവാൻ മനസ്സിലാക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, ലാസറാകട്ടെ താൻ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ സന്തോഷിക്കുന്നു, സുഖമനുഭവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യവും ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മരണത്തിനപ്പുറം സുഖസന്തോഷങ്ങളൊന്നുമില്ല, വേദനകളോ തിരിച്ചറിവുകളോ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ഈ കഥ കർത്താവ് നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മളോട് പങ്കുവയ്ക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, മരണത്തിനപ്പുറത്ത് പാപവിമോചനം നേടാത്ത മനുഷ്യർക്ക് വേദനയുണ്ടെന്നും ജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും കർത്താവ് നമ്മളോട് പറയുകയാണ്. അതേ സ്നേഹിത, പാപത്തിന് ഒരു ശിക്ഷയുണ്ടെന്നും പാപത്തിന് ശിക്ഷ ജ്വാലയിലാണെന്നും നരകാഗ്നിയിലാണെന്നും ആ നരകാഗ്നി നിത്യനരകാഗ്നിയാണെന്നും ഉള്ള യാഥാർത്ഥ്യം കർത്താവായ യേശു ക്രിസ്തു തന്നെ പറയുകയുണ്ടായി. അതുകൊണ്ട് താങ്കളുടെ മുമ്പിലെ ഭാവി എന്താണ്? മരണമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മരണത്തിനപ്പുറം എന്ത് എന്നുള്ളത് കർത്താവ് പറയുന്നത് കേൾക്കാനും ശ്രദ്ധിക്കാനും നാം തയ്യാറാവണം. മരണത്തിനപ്പുറം ന്യായവിധിയുണ്ട്, അതിനപ്പുറം ഒരു ശിക്ഷയുണ്ട്. ആ ശിക്ഷ എന്നുള്ളത് നരകത്തിലാണ്. ആ നരകത്തിൽ ജ്വാലയുണ്ട്. ആ ജ്വാലയ്ക്ക് നമ്മെ വേദനപ്പെടുത്തുവാനായിട്ട് കഴിയും. ആ വേദനയിൽ നിന്നൊരു വിമോചനമില്ല. ആ വേദന നിത്യമാണ്. ഇത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ച യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നേടേണ്ടതും കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ഒരുക്കിയതായിരിക്കുന്ന പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് ആശ്രയിച്ച് രക്ഷ നേടേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമുക്കും ഒരു നാൾ നിലവിളിക്കേണ്ടതായിട്ട് വരും. ഞാൻ ഈ യാതന അനുഭവിക്കുന്നു, എനിക്കൊരല്പം ആശ്വാസം വേണം എന്നുള്ളത്, ദാഹം അനുഭവിക്കുന്നു, വേദന അനുഭവിക്കുന്നു, എനിക്കൊരു അല്പം ആശ്വാസം ലഭിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആശിക്കുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ പോകാതിരിക്കേണ്ടതിന്, നിത്യസ്വർഗത്തിൻ്റെ നിത്യസന്തോഷം അനുഭവിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയും. കർത്താവായ യേശു ക്രിസ്തു എന്ന പേരിൽ സാക്ഷാൽ ദൈവം ഈ ഭൂമിയിൽ വന്നത് നമ്മെ രക്ഷിക്കുവാനായിട്ടാണ്. നമുക്ക് ശിക്ഷയുണ്ടെന്നറിഞ്ഞ് നമ്മുടെ ശിക്ഷയിലേക്ക് നാം പോകരുത് എന്ന് ആഗ്രഹിച്ച് നമ്മളുടെ വേദന മാറ്റുവാൻ, നമ്മുടെ ശിക്ഷ മാറ്റുവാൻ അവൻ ശിക്ഷയും നമ്മുടെ വേദനയും അനുഭവിക്കുകയുണ്ടായി. അതാണ് ക്രൂശിലെ മരണവും അടക്കവും ഉദ്ധാനവും. ഇത് വിശ്വസിക്കുന്നവർക്കാണ് അതിൽ നിന്നുള്ള മോചനം, ആ ശിക്ഷയിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നത്. അതുകൊണ്ട് താങ്കൾക്കും സൗജന്യമായി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും ദൈവമായി അംഗീകരിക്കുന്നതിലൂടെ നരകമെന്ന കഠിന ശിക്ഷയിൽ നിന്നുള്ള വിമോചനം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ കഥയിലേക്ക് നമുക്ക് വീണ്ടും വരാം. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, രക്ഷ പ്രാപിക്കുവാനും നരകശിക്ഷയിലേക്ക് പോകുവാനുമുള്ള ആ സമയം അത് പരിമിതമാണ് എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ ഈ ധനവാനായിരിക്കുന്ന മനുഷ്യന് ഇന്ന് എല്ലാ തിരിച്ചറിവുകളും വന്നിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവാണ് സൃഷ്ടിതാവെന്നും രക്ഷിതാവെന്നും അവനിലൂടെയാണ് പാപമോചനമെന്നും ഉള്ള യാഥാർത്ഥ്യം അവന് മനസ്സിലായി. അവൻ അംഗീകരിക്കുന്നുമുണ്ട്. അവൻ്റെ ശിക്ഷ ന്യായമാണെന്നും അവൻ അതിനെക്കുറിച്ച് പരാതിയൊന്നും പറയുന്നില്ലല്ലോ. തനിക്ക് ലഭിച്ച ശിക്ഷ ന്യായമാണെന്നുള്ള കാര്യം അവനറിയാം. കർത്താവായ യേശു ക്രിസ്തുവാണ് രക്ഷിതാവ് എന്നവനറിയാം. എന്നാൽ ആ അറിവുകളൊന്നും തനിക്ക് പ്രയോജനമാകുന്നില്ല. അതേ സ്നേഹിത, ഈ ലോക ജീവിതമാണ് നമ്മളുടെ രക്ഷ സമ്പാദിക്കുവാൻ, പാപമോചനം നേടുവാനുള്ള സമയപരിധി. മരണത്തിനപ്പുറത്തൊരു സമയം നമുക്കില്ല. ഇന്നോ നാളെയോ നാളെ കഴിഞ്ഞോ അല്ല അതിനപ്പുറമോ എന്നെങ്കിലും ഒരു ദിവസം നാം മരിക്കും. എന്നാൽ ആ മരണത്തിനിപ്പുറമുള്ള സമയമാണ് നമ്മുടെ അവസരങ്ങൾ. എന്തിനുള്ള അവസരം? ഏറ്റവും പ്രധാനമായി പാപവിമോചനം നേടുവാൻ. കർത്താവായ യേശു ക്രിസ്തു ഒരുക്കുന്ന പാപവിമോചനം, സൗജന്യമായ പാപക്ഷമ, നിത്യസ്വർഗത്തിൻ്റെ അവകാശം, നരകശിക്ഷയിൽ നിന്നുള്ള മോചനം,
ഇത് നേടുവാനുള്ള സാധ്യതയാണ് നമ്മുടെ ഈ ലോക ജീവിതം, ഈ നിമിഷങ്ങൾ. നാളെ നമുക്കുണ്ടോ എന്നറിയില്ല. ഈ നിമിഷം നാം ഉണ്ട്, അടുത്ത നിമിഷം നാം ഉണ്ടോ എന്ന് എങ്ങനെ അറിയുവാൻ സാധിക്കും, എങ്ങനെ പറയുവാൻ സാധിക്കും? അതുകൊണ്ട് മരണത്തിനപ്പുറത്ത് രക്ഷ പ്രാപിക്കുവാനോ നരകശിക്ഷയിൽ നിന്ന് മോചനം നേടുവാനോ ഒരു സാധ്യത മനുഷ്യന് മുമ്പിലില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, ധനവാനായ ഈ മനുഷ്യൻ, ഭൂമിയിൽ ധനവാനായ മനുഷ്യൻ, നരകത്തിൽ ധനവാനല്ല, എങ്കിലും ആ പേര് തന്നെ വിളിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ധനം കൊണ്ടൊരു പ്രയോജനം തനിക്ക് വന്നുമില്ല ആ മരണാനന്തര ജീവിതത്തിൽ. ധനവാനായ മനുഷ്യന് അവിടെ അപേക്ഷകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. അവൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ലാസറിൻ്റെ വിരലുകൾ ഒന്നും വെള്ളത്തിൽ മുക്കി ഒരല്പം വെള്ളം എൻ്റെ നാവിന്മേലൊന്ന് വെച്ച് തന്നിരുന്നെങ്കിൽ, എനിക്ക് ദാഹിക്കുന്നു, ഈ ജ്വാലയെ കടന്ന് ഞാൻ യാതന അനുഭവിക്കുന്നു, എനിക്ക് ദാഹമുണ്ട്, അതിനൊരല്പം ആ ലാസറിനെ പറഞ്ഞു വിട്ട് ഒരു ചെറിയ സഹായം ചെയ്യണമേ എന്ന അപേക്ഷ ഈ ധനവാൻ പറയുകയാണ്. എന്നാൽ ആ അപേക്ഷയ്ക്ക് മറുപടിയുണ്ടോ? ഉത്തരം ലഭിക്കുന്നുണ്ടോ? മറുപടി ലഭിച്ചെങ്കിലും തനിക്ക് അനുകൂലമായൊരു മറുപടിയല്ല, സാധ്യമല്ല എന്നുള്ള മറുപടിയാണ് ലഭിക്കുന്നത്. അതിനുശേഷം ഇത്രയൊക്കെ ഭയങ്കരമായിരിക്കും നരകാഗ്നി ആണല്ലോ എനിക്ക് വന്ന് ഭവിച്ചത്. എനിക്ക് സഹോദരന്മാരുണ്ട് ഭൂമിയിൽ, അവർ മരിച്ചിട്ടില്ല. കാരണം മരണശേഷം അവസരമില്ല എന്നുള്ളത് ധനവാന് മനസ്സിലായി. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് അവരുടെ അടുക്കൽ ലാസറിനെ ഒന്ന് പറഞ്ഞു വിടാമോ? ഈ ലാസറിനെ അവർക്ക് പരിചയമുണ്ടാകും. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവൻ വന്നു, മരിച്ചതിന് ശേഷമുള്ള യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർ വിശ്വസിക്കും എന്ന് ഈ ധനവാൻ പറയുകയാണ്. അങ്ങനെ ഒരു സഹായം ചെയ്തു തരാമോ എന്ന് അപേക്ഷിക്കുകയാണ് ധനവാൻ. എന്നാൽ അതും നിഷേധിക്കപ്പെടുകയാണ്, അതും സാധ്യമല്ല എന്ന് പറയുകയാണ്. അപ്പോൾ നോക്കിയേ, നരകത്തിലേക്ക് പോയ, പാതാളത്തിലേക്ക് പോയ, ജ്വാലയിൽ കഴിയുന്ന മനുഷ്യനും പ്രാർത്ഥനയുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഫലമില്ല. അപേക്ഷകളുണ്ട്, ഉത്തരം ലഭിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നരകാഗ്നിയിലേക്ക് പോകുമ്പോൾ ആ ജ്വാല മാത്രമല്ല ഭയാനകരം, അത് നൽകുന്ന ദാഹവും വേദനയും മാത്രമല്ല ഭയാനകരം, നമ്മുടെ അപേക്ഷയ്ക്ക് അവിടെ ഒരു മറുപടിയില്ല, ഉത്തരം ലഭിക്കുകയില്ല എന്നുള്ളതും ഒരു ഭയാനകരമായ അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, അപേക്ഷിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം ഇന്നാണ്, ഈ ജീവിതത്തിലാണ്. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കണം, സത്യദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവം സൃഷ്ടിച്ച കല്ലും മണ്ണും വൃക്ഷവും രൂപപ്പെടുത്തിയെടുത്ത് എൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന മനുഷ്യനാണോ താങ്കൾ? അത് ഭോഷത്വമാണ് പ്രിയപ്പെട്ടവനെ. യാഥാർത്ഥ്യങ്ങൾ നാം തിരിച്ചറിയണം. ജീവനുള്ള സൃഷ്ടിതാവായ ദൈവത്തോട് നാം വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ നമ്മുടെ അപേക്ഷകളെ കേട്ട് നമുക്ക് ഉത്തരം തരുവാൻ, നമ്മെ വിടുവിക്കുവാൻ, സഹായിക്കുവാൻ അവിടുന്ന് തയ്യാറാണ്. എന്നാൽ മരണശേഷം നമുക്ക് പ്രാർത്ഥന ഉണ്ടാകും, ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുകയില്ല. മറ്റൊരു കാര്യം, ഈ ധനവാനായ മനുഷ്യൻ തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ സ്വർഗത്തെ കണ്ട ലാസർ ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ അബ്രഹാം പിതാവ് എന്താണ് പറയുന്നത്? അവിടെ മോശയും പ്രവാചകന്മാരുമുണ്ട്, അവർ പറയുന്നത് കേൾക്കുന്നില്ല എങ്കിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഒരുവൻ ചെന്ന് പറഞ്ഞാലും വിശ്വസിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ പാപമോചനമോ മോക്ഷമോ രക്ഷയോ പ്രാപിക്കുവാനുള്ള മാർഗം എന്താണ്? മോശയും പ്രവാചകന്മാരും പറയുന്നത് കേൾക്കുക, വിശ്വസിക്കുക എന്നുള്ളതാണ്. മോശയും പ്രവാചകന്മാരും എന്ന് വെച്ചാൽ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? തിരുവെഴുത്താണ്. മോശയും പ്രവാചകന്മാരും മുഖാന്തരം നൽകിയതായിരിക്കുന്ന ദൈവവചനം. ഇത് കേൾക്കുവാൻ ആരെയെങ്കിലും ദൈവം മനുഷ്യരുടെ ഏവരുടെയും മുമ്പാകെ അയക്കും, കേൾക്കുവാനുള്ള അവസരങ്ങൾ നൽകും. അതിനെ തള്ളിക്കളയുന്നവർക്ക് മറ്റൊരു മാർഗമില്ല. ആരെങ്കിലും പറയാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ രക്ഷ പ്രാപിക്കും? എന്നാൽ ഏത് മനുഷ്യനും കേൾക്കുവാനും വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും രക്ഷ പ്രാപിക്കുവാനുള്ള വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്താണ് കേൾക്കേണ്ടത്? മോശയും പ്രവാചകന്മാരും എന്താണ് പറയുന്നത്? മനുഷ്യൻ പാപിയാണ്, പാപിക്ക് ശിക്ഷയുണ്ട്, നിത്യനരകമെന്ന ശിക്ഷയുണ്ട്. ആ ശിക്ഷ ഒഴിവാകുവാൻ, ന്യായവിധി ഒഴിവാകുവാൻ സാക്ഷാത് ദൈവം മനുഷ്യനായ രക്ഷിതാവായി ലോകത്തിൽ വന്നു, പാപങ്ങൾക്ക് പരിഹാരം ചെയ്തിരിക്കുന്നു, ക്രൂശിലെ മരണത്താൽ പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നു. വിശ്വസിക്കുന്നവന് പാപക്ഷമയുണ്ട്, നരകശിക്ഷയില്ല എന്നുള്ള സുവാർത്ത, സുവിശേഷം മോശയും പ്രവാചകന്മാരും നമ്മളോട് ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. താങ്കളത് അംഗീകരിക്കുന്നുവോ? താങ്കളുടെ ജീവിതത്തെ കാണുന്ന
ദൈവത്തിന് മുമ്പാകെ മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല എന്നറിഞ്ഞ് അവന് മുമ്പാകെ താങ്കളുടെ വാക്കിലും കാഴ്ചയിലും കേൾവിയിലും പ്രവൃത്തിയിലും മനോഭാവങ്ങളിലും ഹൃദയവിചാരങ്ങളിലും വന്നുപോയ തെറ്റുകളെ സമ്മതിച്ചു പറക. അല്ല എങ്കിൽ ഒരിക്കൽ ഈ കുറ്റവുമായി ആ ന്യായാധിപന് മുമ്പാകെ താങ്കൾ നിൽക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇന്ന് താങ്കൾക്ക് രക്ഷിതാവായുള്ള യേശുക്രിസ്തുവിന് മുമ്പാകെ താങ്കളുടെ കുറ്റങ്ങളെ, കുറവുകളെ, പാപങ്ങളെ ഏറ്റുപറയുക. അവൻ നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ മരിച്ചിരിക്കുന്നു, അടക്കപ്പെട്ടിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ്റെ പ്രായശ്ചിത്ത മരണമാണ് എൻ്റെ പാപങ്ങൾക്കുള്ള പരിഹാരം എന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഏതൊരുവനും സൗജന്യമായ പാപക്ഷമയും നിത്യസ്വർഗത്തിൻ്റെ അവകാശവും ദൈവം സൗജന്യമായി നൽകും. അതിന് താങ്കൾ പണം ചെലവഴിക്കേണ്ടത് ആവശ്യമില്ല, തീർത്ഥാടനങ്ങൾ നടത്തേണ്ടത് ആവശ്യമില്ല. താങ്കൾ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ താങ്കളുടെ ഹൃദയം കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുക, പാപങ്ങൾ ഏറ്റുപറയുക, കർത്താവിൻ്റെ ദൈവത്വം അംഗീകരിക്കുക, അവൻ സാക്ഷാത് ദൈവമാണെന്ന് അംഗീകരിക്കുക, അവൻ്റെ മരണമാണ്, ക്രൂശിലെ മരണമാണ് പാപത്തിന് പരിഹാരം എന്ന് അംഗീകരിക്കുക. അങ്ങനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് പാപമോചനമുണ്ട്, സ്വർഗമുണ്ട്, ശിക്ഷയില്ല. പാതാളത്തിലേക്കും അതിൻ്റെ യാതനയിലേക്കും അതിൻ്റെ ദാഹത്തിലേക്കും കണ്ണുനീരിലേക്കും വേദനയിലേക്കും പോകേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. എന്നാൽ മനുഷ്യൻ ഇന്ന് എന്താണ് ചെയ്യുന്നത്? ദൈവം സൗജന്യമായി രക്ഷ നൽകുമ്പോൾ മനുഷ്യൻ കഠിനാധ്വാനത്തിലൂടെ നേടുവാനായിട്ട് ശ്രമിക്കുകയാണ്. തീർത്ഥാടനങ്ങൾ ചെയ്യുമ്പോൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇതിലൂടെയൊക്കെയും ദൈവം എന്നെ രക്ഷിക്കും, എനിക്ക് പാപക്ഷമ തരും എന്നാണ് മനുഷ്യൻ്റെ ധാരണ. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയട്ടെ, മനുഷ്യൻ്റെ നന്മ പ്രവൃത്തികളൊക്കെയും ദൈവത്തിന് മുമ്പ് ആ കറപുരണ്ട തുണി പോലെയാണ്. നിങ്ങൾ എത്രയായിരം നന്മകൾ ചെയ്താലും ആ നന്മകൾക്കൊന്നിനും നിങ്ങളുടെ ഒരു പാപത്തെ പോലും മോചിച്ചു തരുവാനായിട്ട് കഴിവില്ല. നിങ്ങൾ എത്ര തീർത്ഥാടനങ്ങൾ ചെയ്താലും അവയ്ക്കൊന്നിനും ഒരു പാപത്തെ പോലും മോചിച്ചു തരുവാനായിട്ട് കഴിയില്ല. നിങ്ങളുടെ ഭക്തിക്രിയകൾ, നിങ്ങളുടെ ബൈബിൾ വായനയാവാം, നിങ്ങളുടെ ആരാധനയാവാം, എന്തുമായിക്കോട്ടെ, അവയ്ക്കൊന്നിനും നിങ്ങളുടെ പാപത്തിന് മോചനം തരുവാനുള്ള കഴിവില്ല. പാപമോചനം തരുവാനുള്ള മാർഗം ഒന്നേ. പാപമോചനം തരുവാനുള്ള മാർഗം ഒന്നേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞുള്ള പ്രായശ്ചിത്ത മരണമാണ്. അത് സ്വീകരിക്കുവാനുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് വിശ്വാസമാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വിശ്വാസത്താലാണ് രക്ഷ, പ്രവൃത്തികൾക്ക് അതിലൊരു പങ്കുമില്ല. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചെയ്തതായിരിക്കുന്ന ആ പ്രവൃത്തിക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് കഴിയുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല രക്ഷ ലഭിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി തൻ്റെ പരിശുദ്ധമായ ശരീരം ബലിയായി നൽകിക്കൊണ്ട് ചെയ്തതായിരിക്കുന്ന ആ പ്രവൃത്തി അംഗീകരിക്കുന്നതിലൂടെയാണ് പാപക്ഷമ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഭയാശങ്കകളില്ലാതെ സമാധാനത്തോടെ മുന്നോട്ട് നീക്കുവാൻ മരണത്തിനപ്പുറത്ത് എന്ത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ അത് പഠിപ്പിച്ചു തരുന്നു. കർത്താവായ യേശു ക്രിസ്തു അതിനെക്കുറിച്ച് ധാരാളം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാപത്തെക്കുറിച്ച് അനുദപിക്കുകയും പശ്ചാത്താപത്തോടെ കർത്താവിൻ്റെ മുമ്പാകെ വരികയും യേശുവിനെ രക്ഷകനും ദൈവമായി അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ദൈവമകനായി മകളായി തീർന്നുകൊണ്ട് ഭാവി സുരക്ഷിതമാക്കുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ. മരണം ഭയം കൂടാതെ മരണത്തെ ഹേ മരണമേ നിൻ്റെ വിജയം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് മരണത്തിലും ജയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ അഭിമുഖീകരിക്കുവാനും മരണത്തിന് അപ്പുറത്ത് എന്ത് എന്നുള്ള ആശയങ്ങളില്ലാതെ മുന്നോട്ട് കടന്നു പോകുവാനും ദൈവം താങ്കളെ സഹായിക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് ഈ ധൈര്യമുണ്ട്, ഈ പ്രത്യാശയുണ്ട്. ഈ പ്രത്യാശയിലും ധൈര്യത്തിലും മുന്നോട്ട് പോകുവാൻ കർത്താവ് താങ്കളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഈ ലോകത്ത് ജനിച്ചു വീണ ഏതൊരു മനുഷ്യനും മരണം സുനിശ്ചിതമാണ്. നാം സന്ദേശത്തിലൂടെ കേട്ടു, ധനവാന്റെയും ലാസറിൻ്റെയും കഥ നമ്മെ പഠിപ്പിക്കുന്ന പാഠം മരണത്തിനപ്പുറം സ്വർഗം അല്ലെങ്കിൽ നരകമെന്ന രണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നാം എന്തു ചെയ്യണം? നരകത്തിൽ പോകുവാനായിട്ട് നാം പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. കാരണം ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു.
പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ആ പാപിയായിരിക്കുന്ന മനുഷ്യൻ നിത്യമായ നരകത്തിലേക്ക് തള്ളപ്പെട്ടവനാണ്. എന്നാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നാം എങ്ങനെ യോഗ്യരായി തീരുമെന്ന് ചോദിച്ചാൽ അത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ഒരു മനുഷ്യൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്താണ് നാം വിശ്വസിക്കേണ്ടത്? കർത്താവായ യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരക്കാരനായിട്ട് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് നാം ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതുമെന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് അത് സാധ്യമായിട്ട് തീരുന്നത്. അങ്ങനെ സ്വർഗം സായുക്തമാക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് വലിയ ധാരണകളുള്ളവരല്ല ഞങ്ങൾ. എന്നാൽ ഞങ്ങൾ കേൾപ്പിച്ചതുപോലെ മരണത്തിനപ്പുറം ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട് എന്ന് ഞങ്ങൾ കേൾപ്പിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ട് അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് വഴി ഒരുക്കി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ പുത്രൻ്റെ ബലിമരണത്തിലൂടെ ആ വഴി ഞങ്ങൾക്ക് സാധ്യമാക്കി തന്നു. ആ കർത്താവിനെ സ്വന്തം നാഥൻ രക്ഷിതാവുമായി സ്വീകരിച്ച് ആ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഏവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന യാചനയെ അവിടുന്ന് കേട്ടതോർത്ത് സ്തോത്രം. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamaya@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിന് വേണ്ടി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. സത്യം സത്യമായി